ഞാൻ ആലോചിക്കുകയാണ് ഏതെങ്കിലും ഒരു മാസമെങ്കിലും കടം വാങ്ങാതെ ജീവിക്കണമെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കടം വാങ്ങാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? ഈ കടം വാങ്ങാതെ നമ്മുടെ ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ? ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് എന്റെ കൂടെയുള്ളത് ഞാൻ ബിജോയ് പോലോസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നമ്മളെല്ലാരും ഈ സാലറി വാങ്ങുന്ന ആൾക്കാരാണ് മന്ത്ലി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാലറി ഈ മന്തിന്റെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കടം വാങ്ങേണ്ട അവസ്ഥയാണ്. ശരിക്കും നമുക്ക് ശരിക്കും കടം വാങ്ങാതെ ജീവിക്കാൻ പറ്റുമോ? അത് ടാക്കിൾ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം പറയാം. അതായത് പണ്ട് നമ്മുടെ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാവുന്ന എന്ന് പറഞ്ഞ പോലെ എല്ലാ മാസവും നമുക്ക് ഈ പറഞ്ഞ പോലെ മന്ദന്റെ ആവുമ്പോൾ ബുദ്ധിമുട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മളുടെ സ്പെൻസും എല്ലാം നമ്മളൊന്ന് റീ എഞ്ചിനീയർ ചെയ്യണം. എസെൻഷ്യൽ, അതായത് ഒഴിവാക്കാൻ പറ്റാത്തത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നത്, ഒരു തരത്തിലും വേണ്ടാത്തതെന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഈ അവസാനം ക്യാഷ് ഇല്ല എന്നുള്ളത് മിച്ചം പിടിക്കാനുള്ളൊരു പരിപാടി കിട്ടും. അതല്ലാതെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട്, നമുക്ക് അതൊരു ഇത്തിരിയും കൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഇമ്മീഡിയറ്റ് ആ ഫോൺ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിന്റെ EMI അടയ്ക്കുന്നതിന് പകരം ഒന്ന് റിവേഴ്സ് പിടിക്കുക, തൽക്കാലം ഉപയോഗിക്കുന്ന ഫോൺ തന്നെ ഉപയോഗിക്കുക. അതിന്റെ EMIക്ക് എത്ര വരും എന്ന് വെച്ചാൽ അത്ര എമൗണ്ടിന് നമ്മളൊരു SIP സ്റ്റാർട്ട് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യാം. 2 വർഷമാണ് നമ്മൾ ഈ ഫോൺ എടുത്താൽ, അല്ലെങ്കിൽ 1 വർഷമാണ് നമ്മൾ ഈ ഫോൺ എടുത്ത് EMI അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ SIP സ്റ്റാർട്ട് ചെയ്തിട്ട് SIP ഈ 12 മാസത്തേക്ക് അല്ലെങ്കിൽ 24 മാസത്തേക്ക് തീർന്നു കഴിയുമ്പോൾ നമുക്കൊരു അപ്രീസിയേഷനോട് കൂടി ഈ പണം കിട്ടും. അപ്പൊ നമുക്ക് മിക്കവാറും നമുക്ക് ഈ 2 വർഷത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ലോൺ എടുക്കാതെ തന്നെ ആ ഫോൺ മേടിക്കാൻ പറ്റും. ഇതൊരു സിമ്പിൾ കേസാണ്. ഇനി അത് ഇപ്പൊ ഞാനൊരു പർട്ടിക്കുലർ ഉപയോഗം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞാണ്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് എല്ലാ മാസവും, ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് അങ്ങനെ ഒരു ഡെഫിസിറ്റിൽ എൻഡ് ചെയ്യണമെന്നില്ല. നമുക്ക് സർപ്ലസിൽ എൻഡ് ചെയ്യണ മാസങ്ങളിൽ മാത്രം നമുക്ക് ഇതുപോലൊരു ഇത് തുടങ്ങിയാൽ എന്താ കുഴപ്പം? SIP തുടങ്ങാന്ന് പറഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ ബാങ്കിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൽ തന്നെ മിക്കവാറും എല്ലാ ബാങ്കിന്റെ ആപ്പിൽ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഓൺലൈനിൽ ഓപ്പൺ ചെയ്യാൻ 10 മിനിറ്റ് മതി. അങ്ങനെ ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ SIPs, നമുക്ക് 250 രൂപ മുതലുള്ള മിക്കവാറും SIPകളൊക്കെ 500 ആണ്, എന്നാൽ ഒരു 250 തുടങ്ങാവുന്ന SIPകൾ പോലും ഉണ്ട്. നമുക്ക് അതല്ലാതെ ലംസപ്പ് നമുക്ക് ഈ മാസം 2000 രൂപ കിട്ടി, അല്ലെങ്കിൽ അടുത്ത മാസം 4000 രൂപ കിട്ടി, സർപ്ലസ് വന്നു, അത്രയും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് അത് വിഡ്രോ ചെയ്താൽ അപ്പത്തേക്ക് നമുക്ക് അതിലൊരു അപ്രീസിയേഷൻ വന്നിട്ടുണ്ടാവും. ഇതൊരു മാർഗം മാത്രമാട്ടോ. ഇത്തരത്തിലുള്ള ഡെഫിസിറ്റിനെ ടാക്കിൾ ചെയ്യാനുള്ള മാർഗങ്ങൾ പലതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗം പറഞ്ഞു. ഓക്കെ, മനസ്സിലായി. ഏറ്റവും സംഭവം കൊള്ളാന്ന് തോന്നിയിട്ടാ. ഇപ്പൊ SIP പോലത്തെയൊക്കെ ഭയങ്കര ഉപകാരമുള്ളതാണ്. പല ഫ്രണ്ട്സും കൂടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, പലരും പഠിച്ചു എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊക്കെ പണ്ടോട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, വരുമാനത്തിനനുസരിച്ച് വേണം ചെലവാക്കാൻ എന്നൊക്കെ, അല്ലെ? ശരിക്കും വരുമാനത്തിനനുസരിച്ച് നമ്മൾ എത്ര ചെലവാക്കണം? ആ ഡൗട്ട്സ് തീർക്കാനായിട്ട് കുറച്ച് ട്രാക്കിന് ശേഷം നമ്മൾ തിരിച്ചെത്തുന്നതാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM ആണ്, ചിന്റുവാണ് കൂടെയുള്ളത്. നമ്മുടെ ലൈഫില് ഏറ്റവും ലൈഫ് ബാലൻസിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻകമത്തിനനുസരിച്ച്, വരുമാനത്തിനനുസരിച്ച് നമ്മൾ പൈസ ചെലവാക്കാന്നുള്ളത്. പലപ്പോഴും നമുക്കിത് പണി പാളാറുണ്ട്. അതിന്റെ വലിയൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ നമ്മുടെ ഫോണിലെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്കൊന്ന് നോക്കിക്കേ, പൈസ വല്ലതും ഉണ്ടോ ബാക്കി? ചില ആൾക്കാർ ഇപ്പൊ ഇതാ കടമൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് കടം വിളി വന്നിട്ടുണ്ട്, ചിലപ്പോൾ ഫോണിൽ വിളിയൊക്കെ വന്നിട്ടുണ്ട്, അതേ ഒരു 5000 രൂപ കടം തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് അറിയണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം, അല്ലെ? ശരിക്കും നമുക്ക് വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കണക്കുകൾ ഉണ്ടോ ശരിക്കും? അങ്ങനെയാണ് നമ്മൾ എത്ര ചെലവാക്കണം? കടം വാങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും തമ്പ് റൂൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇൻകം നമുക്ക് ഫോർസ് ചെയ്യാൻ പറ്റും. ഒരു സാമാന്യപ്പെട്ട ഒരു മനുഷ്യന് നമുക്ക് എന്ത് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ഏകദേശ ധാരണ ഉണ്ടാവും. ആ ഇൻകത്തിന്റെ ഉള്ളിൽ നിൽക്കാവുന്ന രീതിയിലേ നമ്മൾ സ്പെൻഡ് ചെയ്യുകയും, കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ തിരിച്ചടവ് വേണമല്ലോ. കുറഞ്ഞ പക്ഷം നമുക്ക് സേവിങ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളുടെ ആ ഒരു മാസത്തെ സ്പെൻഡും ഈ ലോൺ റീപേയ്മെന്റിനും കൂടി നമ്മളുടെ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിൽക്കാൻ പഠിച്ചില്ലെങ്കിൽ അറ്റ് ദ എൻഡ് നമുക്ക് ഇത് ഒരു തരത്തിൽ മാനേജ് ചെയ്യാൻ പറ്റാതെ പോവുകയും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അസറ്റ് വിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്യണം. അതായത് നമുക്ക് ഒരു കാരണവശാലും പുറത്തുനിന്ന് ഫണ്ട് ഇടാതെ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. നമ്മൾ കടം വാങ്ങാനുള്ള വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ കടമില്ലാതെ ജീവിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന പണം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. കടം ഉള്ളപ്പോ എന്താ പ്രശ്നം? നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് മുമ്പേ കടം വീട്ടാൻ ഉപയോഗിക്കണം. അത് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യം കേട്ടോ. അതായത് സാലറി കിട്ടി കഴിയുമ്പോൾ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് കാര്യം കഴിഞ്ഞു, പൈസ കഴിഞ്ഞു, പിന്നെ ആകെ കുറച്ച് എമൗണ്ട് ബാക്കി ഉണ്ടാവാന്നുള്ളത്.
ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ വരുമ്പോൾ ആൾക്കാർ പറയില്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കടം വരണതും നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. നമ്മൾ ലൈഫ് സ്റ്റൈലില് ചെറിയ റീ എഞ്ചിനീയറിംഗ്സ് വരുത്തി കഴിഞ്ഞാൽ കടം ചിലപ്പോൾ ഒരു വർഷം ഒഴിവാക്കാൻ പറ്റും. നമ്മളിപ്പോ ഗാഡ്ജറ്റ് തന്നെ എടുത്തോ, നമ്മളൊരു ഗാഡ്ജറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഹൈ എൻഡ് എടുക്കുന്നതിന് മുമ്പ് അതിന്റെ മുമ്പത്തെ 2 വർഷം മുമ്പത്തെ എടുക്കുക. അപ്പൊ നമുക്ക് അവിടെ 20,000 അല്ലെങ്കിൽ 15% സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളിൽ കൂടെ നമ്മൾ വളരെ വെൽ ഓഫ് ആണ്, നമ്മളുടെ ബാങ്ക് ബാലൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിസ്ക് ഒന്നും എടുത്തില്ലെങ്കിലും ആ തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഈ ട്രേഡ് ഓഫ് ഉണ്ടല്ലോ, നമ്മള് ഇൻകം എക്സ്പെൻസ് ട്രേഡ് ഓഫ് അല്ലെങ്കിൽ പേ ഇൻ പേ ഔട്ട് ട്രേഡ് ഓഫ്, അത് നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചെറിയ ചെറിയ കടങ്ങൾ വലിയ വലിയ കടങ്ങളാവാനും പലരെയും കാണുന്നതാണ്. നമ്മളുടെ അടുത്ത് വലിയ കാറുകളിൽ വന്നിട്ട് അവസാനം വരവ് 2 വീലറിലേക്ക് മാറുന്നു, ഓട്ടോയിലേക്ക് മാറുന്നു, ബസ്സിലേക്ക് മാറുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അപ്പൊ ഇത് ലൈഫിൽ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല വലിയ കാര്യങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഓരോരുത്തരുടെ ഇൻകത്തിന്റെ സ്കെയിൽ അനുസരിച്ച് ആയിരിക്കും അവരുടെ ഈ പറഞ്ഞ ലയബിലിറ്റിയുടെ സ്കെയിലും നിൽക്കുന്നത്. പണ്ടൊക്കെ ആളുകൾ പറയും നമ്മളുടെ എക്സ്പെൻഡിച്ചർ നമ്മുടെ ലോൺ റീപേയ്മെന്റ് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കൺസെപ്റ്റേ മാറിയിട്ട് നമ്മളുടെ എസെൻഷ്യൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് കഴിഞ്ഞിട്ടേ ഈ ലോൺ റീപേയ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാവൂന്ന് ഇപ്പൊ എല്ലാവരും പറയുന്നത്. നമുക്ക് അധികമൊന്നും വേണ്ടെന്ന്, നമുക്ക് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഫിക്സ് ചെയ്യണ ഗോൾ അനുസരിച്ചിരിക്കും. അപ്പം നമ്മുടെ ലൈഫ് ബാലൻസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്, അത് എങ്ങനെ ചെലവാക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം അല്ലേ? എക്സെപ്റ്റ് ഹോസ്പിറ്റൽ സിറ്റുവേഷൻ, ആക്സിഡന്റ് സിറ്റുവേഷൻ, അതായത് അത് രണ്ടും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതായത് എത്ര ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി ജീവിക്കുന്ന ഒരാളും തകിടം മറിഞ്ഞു പോവാൻ ഒരു ആക്സിഡന്റോ വന്നു കെട്ടാൽ മതി. അപ്പൊ അത് കവറപ്പ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക, നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാന്നുള്ളതാണ്. അപ്പൊ സാധാരണ എന്റെ അടുത്ത് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഫസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുന്നൊക്കെ സമയത്ത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, സാറേ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം, ഒന്ന് ഒരു ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. യങ്ങർ ഏജിൽ വളരെ നിസ്സാര എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന 2 സാധനങ്ങളാണ് ടേം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസും. ഏറ്റവും ചെറിയ ഇൻകം ഉള്ള ഒരാൾക്ക് പോലും ടെൻഷനില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ, മനസ്സിലായി. അപ്പൊ ഓക്കെ സാർ, അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടട്ടെ. ഓക്കെ.